Hello all, welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ how to choose a right serum എന്നതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നാലെ if somebody is new to my channel, let me introduce myself. I'm Dr. Aishwarya Karthik. I'm a dentist, nutritionist and a skincare formulator. അപ്പോൾ ഇനി നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ടൈപ്പ് ഓഫ് സീറംസ് അവൈലബിൾ ആണല്ലേ. പല ആൾക്കാർക്കും ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് കൺസേൺ ഉപയോഗിക്കണം എന്ന് തന്നെ ധാരണയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ജനറൽ ആയിട്ട് സ്കിൻ ടൈപ്പും സ്കിൻ കൺസേൺസും ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഓയിലി സ്കിൻ, ഡ്രൈ സ്കിൻ, ആക്നെ പ്രോൺ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ, ഡാർക്ക് സ്പോട്ട്സ്, ആൻറ്റി ഏജിങ്. ഇതൊക്കെയാണ് ജനറൽ കാറ്റഗറി. ഇനി നമുക്ക് ഓയിലി സ്കിൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ട പ്രൊഡക്ട്സിൽ ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടായിരിക്കണം: സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. അപ്പോൾ എന്താണ് ഈ സാലിസിലിക് ആസിഡ്? സാലിസിലിക് ആസിഡ് ഒരു ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ബീറ്റ ഹൈഡ്രോക്സി ആസിഡിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്കിന്നിലോട്ട് ഒരുപാട് പെനിട്രേറ്റ് ചെയ്യാനുള്ള കഴിവുള്ള ഒരു ആസിഡാണ്. സ്കിന്നിലോട്ട് ഒരുപാട് പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലുള്ള എക്സസ് സീബം അല്ലെങ്കിൽ ഡേർട്ട് ഒക്കെ ഇത് പുറന്തള്ളും. സോ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആക്നെ, വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതൊക്കെ ഇമ്പ്രൂവ് ആവും. ഭയങ്കരമായിട്ടുള്ള ഓയിലി സ്കിൻ ഒന്ന് നിങ്ങൾക്ക് നോർമലായിട്ട് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. ഓപ്പൺ ആയിട്ടുള്ള പോർസ് പല ആൾക്കാരിലും കാണുന്നുണ്ടായിരിക്കും. അതൊന്ന് സാലിസിലിക് ആസിഡ് സീറംസ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ ഓപ്പൺ പോർസ് കുറച്ച് ക്ലോസ് ആയി കാണിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. സോ അതൊക്കെയാണ് സാലിസിലിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസ്. ഇനി നമ്മുടെ ഗ്ലൈക്കോളിക് ആസിഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു AHA, ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. ഇത് നമ്മുടെ ടോപ്പ് ലെയറിനെ നന്നായിട്ട് എക്സ്ഫോലിയേറ്റ് ചെയ്യും. ബീറ്റ ഹൈഡ്രോക്സി ആസിഡിന്റെ മാതിരി ഒരുപാട് സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യത്തില്ല. സോ ഗ്ലൈക്കോളിക് ആസിഡിന്റെയും ഓൾമോസ്റ്റ് ഫംഗ്ഷൻ എക്സ്ഫോലിയേഷൻ ആണ് സാലിസിലിക് ആസിഡിന്റെ മാതിരി. ബട്ട് സാലിസിലിക് ആസിഡ് ഒരുപാട് ഓയിലിനെസ് ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം. ആൻഡ് വെറാസ് ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങൾക്ക് സെൻസിറ്റീവ് പ്ലസ് ഓയിലി പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അപ്പോൾ ഈ രണ്ടെണ്ണം മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഓയിൽ കൺട്രോളിനാണ്. ഇനി എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ആഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 ഇൻഗ്രീഡിയൻസ് ആണ് സാലിസിലിക് ആസിഡ്, അസീലിക് ആസിഡ് ആൻഡ് റെറ്റിനോൾ. സാലിസിലിക് ആസിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഡീപ്പായിട്ട് നമ്മുടെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്ത് നന്നായിട്ട് സീബോം ഡേർട്ടും റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസിഡ് ആണ്. നെക്സ്റ്റ് ഇസ് അസീലിക് ആസിഡ്. അസീലിക് ആസിഡ് ആക്നേനെ മാത്രമല്ല കൺട്രോൾ ചെയ്യുക, ആക്നേന് ശേഷം വരുന്നുള്ള ഡാർക്ക് സ്പോട്ട്സ്, ആക്നെ മാർക്സ് ഇതിനെയും കൂടി കൺട്രോൾ ചെയ്യും. ഇനി റെറ്റിനോൾ പുതിയതായിട്ട് വരാൻ പോകുന്ന ആക്നേനൊക്കെ ഒരുപാട് പ്രിവെന്റ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം വൈറ്റ് ഹെഡ്സ് ആൻഡ് ബ്ലാക്ക് ഹെഡ്സിനെയും ഒരുപാട് കൺട്രോൾ ചെയ്യും. ഇനി ഈ ഇൻഗ്രീഡിയൻസിന് പെർട്ടിക്കുലർ റെക്കമെൻഡേഷൻസ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുക്കാം. ഇനി നിങ്ങളുടെ സ്കിൻ ഒരുപാട് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ, സെൻസിറ്റീവ് സ്കിൻ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? നിങ്ങൾ വെയിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് സൺബേൺ അല്ലെങ്കിൽ ഒരുപാട് റെഡ്നെസ് ഒക്കെ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്കിന്ന് സെൻസിറ്റീവ് ആണുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ സ്കിൻ ആൾക്കാർ സീറംസ് അല്ലെങ്കിൽ എന്ത് മോയ്സ്ചറൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിട്ട് ഉപയോഗിക്കാം, കാരണം പെട്ടെന്ന് റിയാക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് പറ്റിയ കുറച്ച് ഇൻഗ്രീഡിയൻസും ഞാൻ പറയാം, ഇത് നോട്ട് ചെയ്തോളൂ. സെന്റില ഏഷ്യാറ്റിക്ക, നൈസിനമൈഡ് ആൻഡ് പാന്തനോൾ. നൈസിനമൈഡ് പൊതുവെ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, അധികം ഇറിറ്റേഷൻ ഒന്നും കോസ് ചെയ്യില്ല. ബട്ട് റീസെന്റ് ഞാൻ 2-3 യൂട്യൂബ് വീഡിയോസ് കണ്ടപ്പോൾ പല പെൺകുട്ടികളിലും ഇത് ആക്നെ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 2% കോൺസെൻട്രേഷൻ നൈസിനമൈഡ് മാത്രം ഉപയോഗിക്കുക. ആൻഡ് എടുത്ത ഉടനെ നിങ്ങൾ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ട. പാച്ച് ടെസ്റ്റ് നിർബന്ധമായും ചെയ്യുക. സോ എന്തൊരു പുതിയ ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 2% നൈസിനമൈഡ് ഓക്കെ ആണ്, ബട്ട് ആദ്യം ഒരു ഡ്രോപ്പ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താൽ മാത്രം മതി. ആൻഡ് ഓൾസോ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർ ഈ സീറംസ്, മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം ഫ്രാഗ്രൻസ് ഇല്ലാത്ത മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ ഫേസ് ക്രീംസ് ഉപയോഗിക്കാൻ നോക്കുക. ഇനി സെൻസിറ്റീവ് സ്കിന്നിനെ പറ്റിയുള്ള കുറച്ച് റെക്കമെൻഡേഷൻസ് ഞാൻ അടുത്ത സ്ലൈഡിൽ കൊടുക്കാം. ഇനി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. സെറമൈഡ്സ്, സ്കോലീൻ, ഷിയ ബട്ടർ, കൊക്കോ ബട്ടർ. ഇതിൽ സെറമൈഡ്സ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റ് ഒരുപാട് നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യും. ഓൾസോ ഒരുപാട് വാട്ടർ ലോസ് നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഡ്രൈനെസ്സിനെ കുറയ്ക്കും. സ്ക്വാലിനും ഓൾമോസ്റ്റ് സെറമൈഡ്സിന്റെ ഫംഗ്ഷൻ തന്നെയാണ്, നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യും. അറ്റ് ദ സെയിം ടൈം വാട്ടർ ലോസും ഒരുപാട് കൺട്രോൾ ചെയ്യും, ദെയർ ബൈ റെഡ്യൂസിങ് ഡ്രൈനെസ്. ഷിയ ബട്ടർ ആൻഡ് കൊക്കോ ബട്ടർ നമ്മൾ ഫേസിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ ബോഡിയുടെ ഡ്രൈനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം ചില ആൾക്കാർക്ക് ഇത് കോമിഡോജനിക് ആയിരിക്കും. ഫോർ ഫേസ് യു ക്യാൻ ലുക്ക് ഫോർ സ്ക്വാലിൻ ആൻഡ് സെറമൈഡ്സ്. ആൻഡ് ഓൾസോ ഡ്രൈ സ്കിൻ ആൾക്കാർക്ക് കുറച്ചും കൂടി നല്ല തിക്ക് മോയ്സ്ചറൈസേഴ്സ് ആണ് ആവശ്യം. കൂടുതൽ സീറംസിനെക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് മോയ്സ്ചറൈസേഴ്സ് ആണ്. സോ ലുക്ക് ഫോർ ഗുഡ് മോയ്സ്ചറൈസേഴ്സ് കണ്ടെയ്നിങ് സ്ക്വാലിൻ ആൻഡ് സെറമൈഡ്സ്. ഇനി നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോക്കേണ്ടത്? കോജിക് ആസിഡ്, ആൽഫ ആർബുറ്റിൻ, നൈസിനമൈഡ്, ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ സി.
ഇനി നിങ്ങൾ സീറംസ് ഉപയോഗിക്കുന്ന സമയത്ത് മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം സൺസ്ക്രീൻ മാക്സിമം ഉപയോഗിക്കാം. ഒരു 30 അല്ലെങ്കിൽ 50 SPF സൺസ്ക്രീൻ മാൻഡേറ്ററി ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ ഒരിക്കലും കുറയില്ല. ഇതിൽ കോജിക് ആസിഡ് ആൻഡ് ആൽഫ ആർബിറ്റിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെലനിൻ, അതായത് ഈ ഒരു പിഗ്മെന്റ് തരുന്ന സംഭവത്തിനാണ് മെലനിൻ എന്ന് പറയുന്നത്. ആ മെലനിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈറോസിനേസ് എന്ന് പറഞ്ഞൊരു എൻസൈമിന്റെ ആവശ്യമുണ്ട്. ആ ടൈറോസിനിൻ എൻസൈംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മെലനിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുക, ആൻഡ് വിച്ച് കോസസ് ഹൈപ്പർ പിഗ്മെന്റേഷൻ. അപ്പോൾ ഈ ടൈറോസിനേസ് എൻസൈമിനെ പ്രിവെന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഹിബിറ്റ് ചെയ്യാന്നാണ് ഈ ആൽഫ ആർബിറ്റിനും കോജിക് ആസിഡും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സിൽ നല്ല റിഡക്ഷൻ ഉണ്ടായിരിക്കും. കോജിക് ആസിഡ് ആൻഡ് ആൽഫ ആർബുറ്റിൻ ബേസ്ഡ് സിറം നിങ്ങൾക്ക് 1 to 2 times ഡെയിലി ഉപയോഗിക്കാം, മോർണിംഗ് ആൻഡ് നൈറ്റ്, ആൻഡ് പെയർ ഇറ്റ് അപ്പ് വിത്ത് എ ഗുഡ് മോയ്സ്ചറൈസർ. ഇനി നിങ്ങളുടെ കുറച്ചും കൂടി സെൻസിറ്റീവ് സ്കിൻ ആണ് വിത്ത് ഡാർക്ക് സ്പോട്ട്സ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൈസിനമൈഡ് യൂസ് ചെയ്യാം. എക്സ്ഫോലിയേഷനും ഒരു രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലാക്റ്റിക് ആസിഡ് ഉപയോഗിക്കാം. ലാക്റ്റിക് ആസിഡ് ഒരു ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. 5 to 10% കോൺസെൻട്രേഷൻ ധാരാളം മതിയാവും. വീക്ക്ലി ട്വൈസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, ആൻഡ് ദെൻ സ്ലോലി ഇൻക്രീസ് ടു വീക്ക്ലി ത്രൈസ്. ലാക്റ്റിക് ആസിഡ് എക്സ്ഫോലിയേഷൻ മാത്രമല്ല ചെയ്യുക, നന്നായിട്ട് സ്കിന് മോയ്സ്ചറൈസിങ് കൂടി ചെയ്യും. ഇനി ആന്റി ഏജിങ് ആണ് നിങ്ങളുടെ കൺസേൺ എങ്കിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സീറംസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. റെറ്റിനോൾ, വൈറ്റമിൻ സി, പെപ്റ്റൈഡ്സ് ആൻഡ് ഹൈലറോണിക് ആസിഡ്. നിങ്ങളൊരു 30+ അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആന്റി ഏജിങ് റുട്ടീൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ റെറ്റിനോൾ ആണ് ടോപ്പ് 1. ഏറ്റവും കൂടുതൽ സയന്റിഫിക് സ്റ്റഡീസ് ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റെറ്റിനോൾ. റെറ്റിനോൾ ഉപയോഗിക്കേണ്ടത് ഒരു 28+ അല്ലെങ്കിൽ ഒരു 30+ ഉള്ള ആൾക്കാർ മാത്രം റെറ്റിനോൾ ഉപയോഗിച്ചാൽ മതി. അതിന്റെ മുന്നാലെ ടീനേജേഴ്സിന് അത് ആവശ്യമില്ല. നമ്മുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് കൊലാജൻ. ബട്ട് ഏജ് ആകും തോറും കൊലാജൻ കുറഞ്ഞുകൊണ്ടിരിക്കും. റെറ്റിനോൾ എന്ന പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ സ്കിന്നിലോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അത് നമ്മുടെ കൊലാജനെ ബൂസ്റ്റ് ചെയ്യും. ദെയർ ബൈ നമ്മുടെ റിങ്കിൾസ് അല്ലെങ്കിൽ ഫൈൻ ലൈൻസ് ഒക്കെ ഒരുപാട് കുറയുന്നതാണ്. നമ്മുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് വൈറ്റമിൻ സി. വൈറ്റമിൻ സി ഡാർക്ക് സ്പോട്ട്സ് മാത്രമല്ല കുറയ്ക്കാൻ, നന്നായിട്ട് കൊലാജനെ ബൂസ്റ്റ് ചെയ്യും. ദ സെയിം വേ റെറ്റിനോൾ ഡസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഒക്കെ ഒരുപാട് കുറവായിരിക്കും. ആൻഡ് വൈറ്റമിൻ സി നിങ്ങൾ സൺസ്ക്രീനിന്റെ കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സൺസ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ ഒന്ന് ഡബിൾ ആക്കും. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇസ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് നമ്മുടെ സ്കിന്നിന് ഒരുപാട് പ്ലമ്മിങ് എഫക്റ്റ് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നന്നായിട്ട് സ്കിന്നെ മോയ്സ്ചറൈസ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം ഇതും ഒരളവിൽ നമ്മുടെ കൊലാജൻ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. നെക്സ്റ്റ് ഇസ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് എല്ലാവർക്കും അറിയുന്ന മാതിരി ഒരു ഹ്യൂമെക്റ്റൻ്റ് ആണ്. ഹ്യൂമെക്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയൺമെന്റിലുള്ള മോയ്സ്ചറിനെ അത് നമ്മുടെ സ്കിന്നിലോട്ട് കൊണ്ടുവന്ന് നന്നായിട്ട് സീൽ ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കും. മോയ്സ്ചർ നമ്മുടെ സ്കിന്നിലുള്ളത് കൊണ്ട് നന്നായിട്ട് ഒരു പ്ലംഡ് അപ്പ് ഫീലിംഗ് ആയിരിക്കും നമ്മുടെ സ്കിന്ന്. സോ ഹൈലറോണിക് ആസിഡ് തരുന്ന ഈ ഒരു പ്ലംബിംഗ് ഇഫക്റ്റ് ലോങ് ടേം ആയിട്ടുള്ളതല്ല, വളരെ ടെമ്പററി ആയിട്ടുള്ള പ്ലംബിംഗ് ഇഫക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹൈലറോണിക് ആസിഡ് സിറംസ് ഒറ്റയ്ക്ക് ഉപയോഗിക്കാതിരിക്കുക. ഓൾവേസ് പെയർ ഇറ്റ് അപ്പ് വിത്ത് റെറ്റിനോൾ. റെറ്റിനോൾ നമ്മുടെ ഉള്ളത്തെ കൊലാജനെ ബൂസ്റ്റ് ചെയ്യും. ആൻഡ് വെറസ് ഹൈലറോണിക് ആസിഡ് നമ്മുടെ ടോപ്പ് മോയ്സ്ചർ കീപ്പ് ചെയ്തിട്ട് കുറച്ച് പ്ലംഡ് അപ്പ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിന്റെ കുറച്ച് റെക്കമെൻഡേഷൻസ് നോക്കാം. അപ്പോൾ അത്ര തന്നെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ എന്തെങ്കിലും ഞാൻ അപ്കമിംഗ് വീഡിയോസ് പെർട്ടിക്കുലർ ആയിട്ട് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്ര തന്നെയുള്ളൂ. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.